ബിഗ് ബോസ് സീസൺ 7 ഒരു ലേഡി വിന്നറാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഒരുപാട് അഭിമാനത്തോടുകൂടി ഒരുപാട് സന്തോഷത്തോടു കൂടി ഞാനിപ്പോൾ ഈ ഒരു മൊമെൻറ്റ് നിങ്ങൾക്കായിട്ട് സമർപ്പിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ സ്നേഹിച്ച് എൻ്റെ നെഗറ്റീവും പോസിറ്റീവും അറിഞ്ഞ് എൻ്റെ കൂടെ നിന്ന ഈ ലോകമെമ്പാടുള്ള ഒരുപാട് മലയാളി പ്രേക്ഷകർക്ക് ഇത് ഞാൻ സമർപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുമ്പോഴേക്കും നമ്മുടെ അനുമോള് തിരുവനന്തപുരം എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. അനുമോൾക്ക് നമ്മുടെ നാട്ടിൽ കാല് കുത്തുന്നതിന് മുമ്പ് തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അതാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിച്ചത്. അനുമോളെ സ്നേഹിച്ച, അനുമോളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും അനുമോൾ നന്ദി പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ ഞാനും പറഞ്ഞേക്കാം. ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാളിൽ തന്നെയാണ് കപ്പ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ചില ആളുകൾക്ക് ഇപ്പോഴും കണ്ണിക്കടി അങ്ങോട്ട് മാറിയിട്ടില്ല. ആ കണ്ണിക്കടി നമ്മുടെ അനുമോളുടെയും ശൈത്യമോളുടെയും ഒക്കെ കൂടെ ആ ഹൗസിലുണ്ടായിരുന്ന ചില ആളുകൾ അങ്ങോട്ട് തീർത്തു കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ശൈത്യമോടെയൊക്കെ ഫോക്കേഡ് കൂടെ ഉണ്ടായിരുന്നവർ തന്നെ തീർത്തു കൊടുക്കുന്നുണ്ട്. പുറത്തിറങ്ങിയിട്ട് ഓൺലൈൻ മീഡിയയുടെ മുമ്പിലേക്ക് വലിച്ചങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കുക. നമ്മൾ ആരുമല്ലേ ശൈത്യമോളെ താങ്കളെ പറ്റി പറയുന്നത്? നമ്മുടെ നെഞ്ചത്തിനും കേസും കൊണ്ട് ഓടണ്ട. കയ്യിരിപ്പിന് കൂടെ ഉള്ളവർ തന്നെ നല്ല താങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ എടുത്തു വെച്ചങ്ങ് സംസാരിച്ചാൽ മാത്രം മതി. കുറച്ചു മുമ്പ് നമ്മുടെ ജിഷിൻ ചേട്ടായിയുടെ ഒരു വീഡിയോ ഞാൻ കാണാൻ ഇടയായി. നല്ല കനത്തിൽ കൊടുത്തിട്ടുണ്ട്. കനത്തിൽ നമ്മുടെ ശൈത്യമോക്ക് വേറെ ആർക്കും കൊടുത്തിട്ടില്ല. ശൈത്യമോളെ മെയിനായിട്ട് ചോദ്യം ചോദിച്ചു നമ്മുടെ ഓൺലൈൻ മീഡിയ ചേട്ടന്മാര്. ശൈത്യമോളുടെ കയ്യിരിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? അതിനുള്ള മറുപടി നമ്മുടെ ജിഷിൻ ചേട്ടൻ പറയുന്നുണ്ട്. കൂടാതെ കുറച്ചു മുമ്പ് നമ്മുടെ മറ്റേ സാറിക പിന്നെ ഞാനൊരു അങ്ങ് അടുപ്പിക്കത്ത് പോലും ഇല്ല, ഒരു മൂലയിലോട്ട് തട്ടിയിട്ടേക്കുന്ന ഒരു സാധനമാണ്. കാരണം ഞാനാണ് ലെഡി ബിഗ് ബോസ്, എൻ്റെ മാത്രമാണ് കണ്ടന്റ് എന്നും പറഞ്ഞ് ഇപ്പോഴും എനിക്കൊന്ന് ഭ്രാന്തായെന്ന് തോന്നുന്നു. ഈ ആദ്യം തന്നെ എങ്ങാണ്ട് 1-2 ദിവസം ഇവരെ മറ്റേ ഡാർക്ക് റൂമിലെങ്ങാണ്ട് കൊണ്ടിട്ടല്ലോ. എനിക്ക് തോന്നുന്നു അവിടെ കിടന്ന് ഭ്രാന്തായതാ ചേച്ചിക്ക്. ചേച്ചിയുടെ തലേ പിന്നെ ചേച്ചിയാണ് ഇത് ബിഗ് ബോസ് എന്നും പറഞ്ഞാണ് ഇപ്പം നടക്കുന്ന മൊത്തം. എന്തോ അപ്പൊ എന്താണെങ്കിലും നമ്മുടെ ശൈത്യമോളെ പറ്റിയിട്ടുള്ള ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ജിഷിൻ ചേട്ടൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടേ, അത് ഞാനൊന്ന് കേൾപ്പിക്കാം. പിന്നെ അനുമോളുടെ വീഡിയോ ഞാൻ തുടക്കത്തിൽ കാണിച്ചല്ലോ. അനുമോൾക്ക് എല്ലാവർക്കും നന്ദി പറയാനുണ്ട്. അനുമോൾക്ക് അത് അനുമോൾ ചെയ്യുന്നു. അല്ലാതെ ഒരുപാട് കാര്യങ്ങളോ ആരെയും കുറ്റം പറയുന്നുവോ ഒന്നും അനുമോൾ ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ഇനിയാണെങ്കിൽ പോലും അനുമോൾ ആരെയും കുറ്റം പറയാനൊന്നും ഇറങ്ങി വരുമെന്ന് തോന്നുന്നില്ല. ഇനി ജിഷിൻ ചേട്ടൻ പറയുന്ന ഒന്ന് കേക്ക് കാണണ്ടേ നമുക്ക് ശൈത്യ കൊച്ചിന്റെ ശരിക്കുള്ള മുഖം എന്താണെന്ന് ബാക്കിയുള്ളവർ പറയുന്നത്. ദേ കേട്ടോ. ശൈത്യ അടക്കം തന്നെ പുറത്തത്തെ കാര്യം മകത്ത് പറയുന്നു. പിന്നെ ശൈത്യക്ക് അത് ഭയങ്കര സൈബർ ബുള്ളിങ് വരുന്നു. അതിന്റെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നു ശൈത്യ. ഒന്ന് എന്താ അറിയോ, എന്തോ ഒരു ചൊല്ലുണ്ടല്ലോടോ നമ്മള് ഈ പറഞ്ഞ പോലെ. അതുമല്ല, വേറൊരു ചൊല്ലുണ്ടായിരുന്നല്ലോ, എന്തോ ചെയ്യാൻ പോയി അത് തിരിച്ചിങ്ങോട്ട് കിട്ടിയ പോലെ ആയിപ്പോയി. ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും അവരവരുടെ ദേഷ്യവും എന്ന് വെച്ചാൽ പുറത്തിറങ്ങിയിട്ട് കിട്ടിയ ആ സൈബർ ബുള്ളിങ്ങും ഇതൊക്കെ കൊണ്ട് ആ ഒരു ദേഷ്യത്തിലും ഇതിലൊക്കെ കൂടിയാണ് അങ്ങോട്ട് കയറിയത്. അങ്ങോട്ട് കയറി കഴിയുമ്പോ ശരി ഇത് 4 പറയണം എനിക്ക് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അത് ഇവക്ക് അനുകൂലമായി മാറി. അനുകൂലമായത് മാറ്റി നിർത്ത്. എന്താണ് ശൈത്യമോള് കാണിച്ചത്? മണ്ടബുദ്ധി എന്നേ ശൈത്യം വിളിക്കാൻ പറ്റുള്ളൂ. ഇതിന് മുമ്പുള്ള സീസൺ ഒന്നും ശൈത്യമോള് കണ്ടിട്ടില്ലേ? അല്ല, സീസൺ ഒന്നും കാണണ്ട, ഒന്ന് ചിന്തിച്ചൂടെ ശൈത്യമോക്ക്? ഒരാളെ അതിനകത്ത് മറ്റേ കാലുവാരി നിലത്തടിച്ചതിന്റെ പുറത്ത് ജനങ്ങളെല്ലാം കൂടെ അടിച്ച് വെളിയിലാക്കി. പുറത്ത് വന്നപ്പോഴും അതിന്റെ പേര് സൈബർ അറ്റാക്ക് കിട്ടി. എന്നിട്ട് അത് വെളുപ്പിക്കാൻ അതിനകത്ത് പോയിട്ട് വീണ്ടും അയാളുടെ നെഞ്ചത്ത് കയറാൻ പോയേക്കുന്നു. മണ്ടിയാണോ ഈ കൊച്ച്? മണ്ടിയാണോ? എനിക്കറിയാൻ മണ്ടിയാണോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ. മണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല 1-ാം തരം ബുദ്ധൂസാണ്. തലയ്ക്കകത്തൊരു ഈ കൊച്ചെങ്ങനെ അഡ്വക്കേറ്റ് ആയി? വേണ്ട, അവരുടെ ജോലിയെ നമ്മൾ ഇതിനകത്തോട്ട് പിടിച്ചിട്ടുണ്ട്, അത് ശരിയല്ല. പക്ഷെ എന്നാലും ഒരു സംശയം, ഈ കൊച്ചിൻ്റെ അടുക്ക് കേസ് വാദിക്കാനും ചെന്ന് കഴിഞ്ഞാൽ മറ്റേ പാവപ്പെട്ടവനെ പിടിച്ച് തൂക്കിക്കൊല്ലാൻ സെറ്റ് ചെയ്ത് വിടുമല്ലോ ഈ ചേച്ചി. അല്ല, അത്രയ്ക്കും ബുദ്ധിയാണല്ലോ ചേച്ചിക്ക്. അല്ല, ഒരു അഡ്വക്കേറ്റ് എന്നൊക്കെ പറയുമ്പം നോർമൽ കുറച്ച് ബുദ്ധിയൊക്കെ വേണ്ടേ? ഇത് എന്താണിത്? വീണ്ടും ചെന്ന് പണി കൊടുത്തിട്ട് നന്മമരം കളിക്കാൻ പോയതാണ്. പക്ഷെ ഞാൻ മറ്റേ സെറ്റപ്പാണ്, ഞാൻ പാവമാണ്, എന്നെ എല്ലാവരും കൂടെ നീ കാരണം പുറത്തിട്ട് അട്ടി തുപ്പുന്നു. ചേച്ചി ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ. ചേച്ചി കട്ടപ്പ പരിപാടി തന്നെയാണ് കാണിച്ചത്. ചേച്ചിയുടെ കട്ടപ്പ പരിപാടി ചേച്ചി വീണ്ടും വന്ന് അതിനകത്ത് ഇറക്കി. അതുകൊണ്ടാണ് ആദിലെ നൂറ് അവർക്കും ഇപ്പം അത്യാവശ്യം തെറിയാക്കേണ്ട വന്നത് അല്ലേ? അല്ല, മിണ്ടാതെ മൂലക്കിരുന്നായിരുന്നെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. അറ്റ്ലീസ്റ്റ് അവരെങ്കിലും നിന്നേനെ. മനസ്സിലായില്ലേ? ചിലപ്പോൾ അവർ രണ്ടിൽ ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ ഫൈനൽ 5-ൽ എത്തിപ്പോയേനെ. പ്രത്യേകിച്ച് നൂറ എത്തിപ്പോയേനെ ചിലപ്പോൾ. ചേച്ചിയുടെ സൂപ്പറായിട്ടുള്ള ഗെയിം അത് ചേച്ചിയെ ആദ്യമേ തന്നെ പുറത്തിറക്കി റീ എൻട്രി നടത്തി ബാക്കിയുള്ളവരെ കൂടെ തുലച്ച്. അങ്ങനെ തന്നെ പറയാൻ പറ്റത്തുള്ളൂ. എനിക്ക് അങ്ങനെ തന്നെയാണ് പറയാൻ തോന്നുന്നത്. അല്ലെങ്കിൽ ആ പരിപാടി ചേച്ചിയുടെ അകത്ത് കയറിയിട്ടുള്ള പരിപാടികൾ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. ഇനി ഇതെല്ലാം പോട്ടെ, എൻ്റെ പൊന്നുമോളെ ശൈത്യയെ
ഇത്രയ്ക്കും കുശുമ്പും മറ്റേ അങ്ങോട്ട് അവള് ജയിക്കരുത് നമുക്ക് കപ്പ്. ഈ മൂഡ് എന്തിനാ മോളെ നിനക്ക്? എന്തിനാ ഇത്? ഒരു ഗെയിമല്ലേ, നീ പുറത്തായി. അവിടെ നിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്കൊരു കപ്പ് കിട്ടുമ്പോൾ, ഒരു വിന്നറായി മാറുമ്പോൾ ഒന്ന് കൈയടിക്കുക. നിന്റെ മുഖത്ത് മറ്റേ കടന്നിട്ട് കുത്തി അതവിടെ ഇരുന്നോട്ടെ, ഒന്ന് കൈയടിക്കുക. അതുപോലും ജനങ്ങൾ കണ്ടില്ല മോളെ. അപ്പൊ പിന്നെ ജനങ്ങൾ നിന്നെ കല്ല് വലിച്ചെറിയുന്നതിന് നീ മറ്റേ ജനങ്ങൾ കുറ്റക്കാരാണ്, ഞാൻ പാപം. നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കേൾക്കാവേ. അത് അനുകൂലമായി, ഓക്കെ. പക്ഷെ അത് കാരണം ആദിലാനൂറയ്ക്ക് നെഗറ്റീവായി എന്ന് തോന്നുന്നു. ആദിലാനൂറൊക്കെ നെഗറ്റീവായി എന്ന് വെച്ചാൽ, ഒന്ന് ആദിലയും നൂറയും ആദില പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, ഒന്ന് ഇപ്പുറത്തുള്ളത് അപ്പുറത്ത് പോയി പറയാന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഊള പരിപാടിയാണ്. അത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ ന്യായീകരിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഞാൻ പറയാം, അവർ ചെയ്തത് സത്യമല്ലേ പുള്ളി പറഞ്ഞത്? ഇവിടെ പറയുന്ന കാര്യം അത് ഇതേപോലെ അപ്പുറം കൊണ്ട് കൊടുക്കുക, കൊളുത്തി കൊടുക്കുക എന്ന് പറയും. ആ പരിപാടി ചെയ്യുന്നത് വലിയ ചട്ടത്തരം തന്നെയാണ്. അതിലെ നൂറെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതിനാണ് മക്കളെ നിങ്ങൾ രണ്ടുപേരും പുറത്തു വന്നത്, മനസ്സിലായോ? അനുമോള് ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് ഇവിടെ കീറാൻ നിൽക്കുന്നില്ല. ചിലപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇവിടെ, ഇല്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. തെറ്റ് കാണും കൊച്ചിൻ്റെ കയ്യിൽ. പക്ഷെ അവൾ ഒരിക്കലും നിങ്ങളെ മാറിയിരുന്ന് കുറ്റം പറയുന്ന ഞങ്ങളാരും കണ്ടിട്ടില്ല. മക്കളൂട്ടികളെ അതിലെ നൂറയൊന്നും ഒരിക്കൽ പോലും കുറ്റം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ആദിലെ നൂറയ്ക്കും പണിവാളി പോയത് അവിടെയാ, മനസ്സിലായില്ലേ? അനുമോൾ ഒരു സീക്രട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോകുന്നതിന് മുമ്പ് ഞാനെല്ലാം അങ്ങ് ബോംബ് പൊട്ടിക്കും എന്നും പറഞ്ഞ് ഇട്ടേച്ചും പോയിട്ട് തീർന്നില്ലേ? ബോംബ് പൊട്ടി, പക്ഷെ നിങ്ങളുടെ കുണ്ടിക്കടി കിടന്നാൽ പൊട്ടിയെന്നേ ഉള്ളൂ. എനിക്ക് അത്രേ പറയാനുള്ളൂ, വേറൊന്നും എനിക്ക് പറയാനില്ല. അതാ പറ്റിപ്പോയത്, മനസ്സിലായില്ലേ? എന്തിന് ഒരു ഗെയിമിനെ ഗെയിമായിട്ട് എടുത്തിട്ട് അതിൻ്റെ ഒരു സാധനം എടുത്തിട്ട് പോയാൽ മതിയായിരുന്നല്ലോ. ഈ കയറി വന്ന ശൈത്യമാമി പറയുന്നതൊക്കെ കേട്ടിട്ട് എന്തിനു നിങ്ങൾ കളിക്കാൻ നിന്ന്? ഇപ്പൊ 3G ആയില്ലേ? 3G ആയി. കൂടുതലൊന്നും പറയണ്ട. ശൈത്യമാമിക്ക് ഒരു വണക്കം വെച്ചിട്ട് വീട്ടിൽ പോയി ചോറും കൊണ്ട് കിടന്ന് ഉറങ്ങിക്കും. അതായിരിക്കും നല്ലത്. അതിലെന്ന് ഉറയ്ക്കും. പിന്നെ ദൈവത്തെ ഓർത്ത് ഇനി ആരും കുട്ടികളുടെ അടുക്കൽ, പ്രത്യേകിച്ച് ആദിലെ അടുക്കൽ സ്വകാര്യമൊന്നും പോയി പറയരുത്. ആദിലമോക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതങ്ങ് പരസ്യമാക്കി കളയും ആദിലമോള്. അതാണ് ആദിലമോളുടെ മൂഡ്. പിന്നെ ശൈത്യമാമിയെ പറ്റി എനിക്കിനി ഒന്നും പറയാനില്ലേ. പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ കിട്ടുന്നതൊക്കെ മേടിക്കും. അല്ലാതെ ഇപ്പൊ എന്തോ പറയാനാ? കയ്യിരിപ്പിന്റെ ആന്ന് വെച്ചാൽ മതി. ആദ്യം തെറിയും കേട്ട് ഇറങ്ങി വന്ന് പുറത്ത് അതിൻ്റെ അപ്പുറത്തെ തെറി കിട്ടി. തിരിച്ച് വീണ്ടും പോയി അതിനെക്കാട്ടിലും വലിയ ഏണി വെച്ച് മറ്റേ മേളിൽ കൂടെ പോകുന്ന പറവയെ ഏണി വെച്ച് കയറി പിടിച്ച് കൊളുത്തി വലിച്ച് നിലത്തിട്ട് എന്തിനോ എന്തല്ലോ ബാക്കി കാണാം. ശരിക്കും ഇത് തന്നെയാണ്. മീൻസ് ലൈക്ക് എന്താ, അവളടുക്ക് ഉള്ള ഒരു കാര്യം, അവളടുക്ക് അത്രയും ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ട് അതിന് മുമ്പ് ഇങ്ങനെ മാറി പോകുന്നു. ഇടക്ക് ഒരു ടാസ്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോൾ ഭയങ്കര സ്നേഹം, അത് കഴിഞ്ഞിട്ട് വേറെ ഒരു കാര്യം പറയാൻ വരുമ്പോൾ ദേഷ്യം. ഇതെന്താ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും? അത് ഞാനും വിചാരിച്ചിട്ടുണ്ട്, എന്താ അങ്ങനെ ഇങ്ങനെ വിചാരിച്ചിട്ട്. ശരിക്കും അത് മോശമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെ ആയിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ അതിന് മുമ്പ് ഈ കട്ടപ്പാന്നൊരു പേര് വരുന്ന ട്രോള് പരിപാടികൾ വന്നത്. പക്ഷെ ഈ രണ്ടാമത് റീ എൻട്രിക്ക് ശേഷം സെയിം മീൻസ് അതെല്ലാവരും അത് തന്നെയാണ് എന്നുള്ളൊരു രീതിയിലേക്ക് ആ രീതിയിൽ വന്നു. അത് നമ്മളവിടെ ബിഹേവ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഓരോരുത്തർ ഇപ്പൊ മസ്താനി പുറത്തിറങ്ങിയിട്ട് മസ്താനി കയറി വന്നിട്ട് മസ്താനിക്ക് പോസിറ്റീവ് ആവുമല്ലേ? സത്യമല്ലേ? മസ്താനിയെ കണ്ട് പഠിക്കുമോളെ. ഇപ്പൊ കുറെ പേര് അത് പറയുന്നുണ്ട്, മസ്താനിയെ കണ്ട് പഠിക്കാൻ. മസ്താനിയെ കണ്ട് ഒരുപാടൊന്നും പഠിക്കണ്ട. കാരണം മസ്താനിയുടെ നാക്കത്ര ശരിയൊന്നും അല്ല. റീ എൻട്രി നടത്തിയപ്പോഴും മസ്താനി മറ്റേ ബിൻസിയോട് പറഞ്ഞ ഡയലോഗ് അത് തിരിച്ച് മസ്താനിക്കിട്ട് നല്ല തൊണ്ടയ്ക്ക് വിളിയും കിട്ടി ബിൻസിയുടെ എന്ന്. പക്ഷെ തുടക്കമിട്ടത് മസ്താനിയാണ്. ആ പറച്ചിലും ഒരാളുടെ ജോലി, അവളുടെ അച്ഛൻ ഓട്ടോ, ആ ഓട്ടോയിലല്ലേ നീ പോയടി, അങ്ങനത്തെ വർത്താനത്തോട് നമുക്ക് യോജിക്കാൻ വയ്യ. മസ്താനിയോട് ഞാൻ ആ കേസ് യോജിക്കത്തില്ല. പക്ഷെ മസ്താനി പിന്നെയും കുറച്ച് പോസിറ്റീവായിട്ട് വന്നടേ. അതൊക്കെ കണ്ട് ശൈത്യം ഒന്ന് പഠിക്കണമായിരുന്നു. ശൈത്യം അത് ചെയ്തില്ല. ശൈത്യക്ക് ഇത്തിരിയെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ, അഡ്വക്കേറ്റ് ശരിക്കും പഠിച്ചൊക്കെ മേടിച്ചതാണെങ്കിൽ ശൈത്യമോള് നൈസായിട്ട് ഇതൊരു ഗെയിമാണ്, ഗെയിമിനകത്ത് കിട്ടിയ പണിയാണെന്ന് മനസ്സിലാക്കി നൈസായിട്ട് പോയി അഭിനയിക്കണമായിരുന്നു. അത്രേ ഉള്ളൂ. അതിനകത്ത് നിൽക്കുന്ന എല്ലാവരും മറ്റേ ഞാൻ ഇങ്ങനെ തന്നെയാണ് ജീവിതത്തിൽ എന്നൊക്കെ പറഞ്ഞു നിൽക്കും. ശരിക്കും അവരുടെ ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കുമോ? ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ഇച്ചിരിയൊക്കെ അഭിനയിക്കേണ്ട സ്ഥലത്ത് അഭിനയിച്ചാൽ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് അതൊരു ഗെയിം ഷോ ആ, ഒരു റിയാലിറ്റി ഷോയാ. അവിടെ മറ്റേ നന്മമരൻ ഷോ അല്ലത്. മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കിയിട്ട് അതിനകത്ത് പോയി നൈസായിട്ട് നിന്നായിരുന്നെങ്കിൽ അത്യാവശ്യം പോസിറ്റീവായിട്ട് ഇറങ്ങി വരായിരുന്നു. പക്ഷെ ഇത് നെഗറ്റീവിൻ്റെ ഒരു അങ്ങേ അറ്റം നെഗറ്റീവും കൊണ്ടാണ് തിരിച്ചിറങ്ങിയിരിക്കുന്ന ശൈത്യ. അത് അതിനകത്തെ ഗെയിം, അതിനകത്ത് കാണിച്ച പരിപാടികൾ വിടുക. അനുമോളോട് മറ്റേ PR-ന്റെ കേസും പറഞ്ഞ് വഴക്കുണ്ടാക്കിയതൊക്കെ വിടുക. ഞാൻ അതൊന്നും പറയുന്നില്ല. പക്ഷേ ആ ഫിനാലെ ഡേയിൽ ഒരാൾ ജയിക്കുമ്പോൾ ശൈത്യയുടെ മോഞ്ചി അതൊന്ന് കണ്ടാൽ മതി. ശൈത്യയുടെ ഉള്ളിലെ ഒരു ദേഷ്യവും വൈരാഗ്യവും കുശുമ്പും അതെല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തിനാണ് ഈ കുട്ടി ഇങ്ങനെ ഇത്ര അങ്ങോട്ട്
ഇതിന് മുമ്പൊരു ഷോ വേറെ ഏതൊരു ചാനലിൽ ഒരു റിയാലിറ്റി ഷോയിൽ ഈ ശൈത്യയും അവരുടെ അമ്മയും എന്തോ ചെന്നിട്ട് ഫൈനൽ എങ്ങാണ്ട് കിട്ടിയോ അല്ലെങ്കിൽ 5th or 3rd എന്താണ്ട് കിട്ടിയെന്ന് പറഞ്ഞ് അവർ കപ്പും മേടിക്കാതെ പോയതൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടു. അവർ മേടിക്കത്തില്ല, അവർക്ക് ഭയങ്കര അഹങ്കാരമാണ്. ഇപ്പം ഇത് കാണുമ്പോൾ എനിക്ക് അത്രയാണ് തോന്നുന്നത് കേട്ടോ. എനിക്ക് അങ്ങനെയൊക്കെ തന്നെ തോന്നുന്നത്. ചെറിയ അഹങ്കാരമൊന്നും അല്ല, ഇത്ര ഒന്നും അഹങ്കാരം വേണ്ട. എല്ലാത്തിനും നൈസായിട്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളതിനെയൊക്കെ അയ്യോ സമ്മതിക്കണം. നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം. അനുമോള് ആവണല്ലോ, അനുമോള് തന്നെ ആവുമെന്ന് നമുക്ക് ഏകദേശം ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായി. പക്ഷെ അനീഷ് അവസാന നിമിഷം അവസാന വീക്കുകളിലൊക്കെ അനീഷിന് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഹൈപ്പും തള്ളിക്കയറ്റം എന്നുവെച്ചാൽ അനീഷിന്റെ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നല്ലോ. ഫസ്റ്റ് ഉണ്ടായിരുന്ന അനീഷ് ആയിരുന്നില്ല അവസാന വീക്കിൽ നമ്മൾ തിരിച്ച് കയറിയപ്പോൾ. അനീഷ് അത്രയ്ക്ക് കെയറിങ്ങായിരുന്നു. അപ്പം ഞാൻ കിച്ചണിൽ പാചകം ചെയ്യുമ്പം അനീഷ് അവിടുന്ന് പാത്രമൊക്കെ കഴുകുന്നുണ്ടായിരുന്നു. വേറെ ആരുമില്ല, അനീഷ് തന്നെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ അനീഷിനോട് പറഞ്ഞു, അനീഷ് പിന്നെ നീ വിട്, ബാക്കി ആരോടെങ്കിലും ചെയ്യാൻ പറ. ഇല്ല ജിഷ്ണു ഉണ്ടായിക്കോളൂ, ഞാൻ ചെയ്തോളാം, ആരും ശല്യപ്പെടുത്തണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാവരും കെയറിങ് ആയിരുന്നു. ആ ലാസ്റ്റ് വീക്കുകളിൽ അനീഷ് ഭയങ്കര കെയറിങ് ആയിരുന്നു. നമ്മൾ വന്ന ആൾക്കാരെ മുഴുവൻ ഭയങ്കര കെയറിങ് ആയിരുന്നു. ഈസ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ്. ഹീസ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ്. എനിക്ക് അനീഷേൻ്റെ കാര്യം പറയുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം വരും. ഞാൻ അതുകൊണ്ട് ഒന്നും പറയാൻ നിൽക്കുന്നില്ല. ഒരൊറ്റ കാര്യം, അനീഷ് നമ്മുടെ അനുമോളോട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ഒരാളാണ് ജിഷിൻ ചേട്ടൻ. ജിഷ്ണും ഷാനവാസും ഒക്കെ. ഷാനവാസിനെ വിടുക, ജിഷിനാണല്ലോ ഇപ്പോൾ ഇത് പറയുന്നത്. ആ ജിഷിൻ തന്നെ അനുമോള് ജയിച്ചതിൽ, കപ്പടിച്ചതിൽ ഒരുപാട് സന്തോഷമുള്ളൊരു വ്യക്തി തന്നെയാണ് ജിഷിൻ. ആ ജിഷിൻ തന്നെ അനീഷിനെ പറ്റി പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. എനിക്ക് അത്രേ പറയാനുള്ളൂ, കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഒരു നല്ല മനുഷ്യനായിരുന്നു, ഡിസേർവിങ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അത്രേ എനിക്ക് പറയാനുള്ളൂ. കുറേ പേര് പുള്ളിയെ ട്രോളുന്ന കണ്ടു, അതിൻ്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത്, ബാക്കിയൊക്കെ നിൻ്റെയൊക്കെ ഇഷ്ടം. അതിൻ്റെ ഒരു ആവശ്യവും. അനുമോളെ സ്നേഹിക്കുന്നവർ പോലും ഒന്ന് മാറി ഇന്ന് അനീഷേട്ടന് കൈ അടിക്കുന്നുണ്ടേ. കാരണം പുള്ളി ഡിസേർവിങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അത്രേ എനിക്ക് അനീഷേട്ടൻ്റെ കാര്യത്തിൽ പറയാനുള്ളൂ. ഇനി വേറൊരു ചോച്ചി ഇറങ്ങിയിട്ടുണ്ട്, ശാരിക ചോച്ചി. ശാരിക ചേച്ചിയുടെ ചെറിയൊരു, എനിക്ക് ശാരിക ചേച്ചിയുടെ വീഡിയോ പോലും എൻ്റെ ചാനലിൽ കാണിക്കാൻ താല്പര്യമില്ല. പക്ഷേ ഇത് മാത്രം ശാരിക ചേച്ചിയുടെ ചാനലിൽ വരാത്ത ഒരു വീഡിയോ ആണ്. പക്ഷേ ശാരിക ചേച്ചിയുടെ വേറൊരു ഓൺലൈൻ വീഡിയോ ഇട്ടതുകൊണ്ട് ഞാൻ കാണിക്കുന്നതേ. താല്പര്യമില്ല. ഈ ചേച്ചിയെ കാണുമ്പോഴേ അടിയിൽ അങ്ങോട്ട് ചൊറഞ്ഞു കയറും അവരുടെ വായിരിക്കുന്ന വർത്താൻ. ഇതൊന്ന് കേട്ടോ നിങ്ങൾ. ഈ ശൈത്യ പിന്നിൽ നിന്ന് കുത്തിയതുകൊണ്ടാണ് അനുമോള വോട്ട് കൂടിയത് തോന്നുന്നുണ്ടോ? ശൈത്യ പിന്നിൽ നിന്ന് ആരെ കുത്തിയത് നിങ്ങൾക്ക് അറിയാമോ? ശൈത്യ കുത്തിയത് എങ്ങനെ അറിയാം? ജനങ്ങൾ കണ്ട, ജനങ്ങള് 24/7 ബിഗ് ബോസ് കാണിക്കുന്നില്ല, 8 hours ആ കൂടെ കാണിക്കുന്നുള്ളൂ. അത് പലതവണ നടന്നിട്ടുണ്ട്. പിന്നെ പിന്നിൽ നിന്ന് കുത്തിയെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നിൽ നിന്നാണോ മുന്നിൽ നിന്നാണോ കുത്തിയത്, അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ ആളാണ്. അതൊക്കെ ശൈത്യ തന്നെ ചോദിക്കുക. ആകെ 8 hours കാണിക്കുന്നുള്ളൂ. എനിക്കത് മനസ്സിലായില്ല. അതെന്താ അവർ പറഞ്ഞത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ചിലപ്പോൾ ഇനി എനിക്ക് അറിയാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അവർ പറഞ്ഞ് എനിക്ക് ആകെ 8 മണിക്കൂറിൻ്റെ ബിഗ് ബോസ് നമ്മളെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഈ രാവും പകലും ഒക്കെ ഉറക്കമൊഴിച്ച് മറ്റേ ഹോട്ട്സ്റ്റാറിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്നത് എന്തായിരുന്നു? എനിക്ക് വേറെ വല്ലതും തോന്നിയതാണോ? അതിനൊരു എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ ഈ ചേച്ചി പറയുന്നത്? ചേച്ചിയുടെ കിളി പോയതാണോ അതോ എൻ്റെ കിളി പോയതാണോ? എന്താ ഇവർ പറയുന്നത്? ശൈത്യ പുറകിൽ നിന്ന് കുത്തുന്ന ജനങ്ങൾ കണ്ടിട്ടില്ല, ശരിക്കൊന്നും കണ്ടിട്ടില്ല. അപ്പം നമ്മളെന്താ പൊട്ടന്മാരോ? ചേച്ചി മാത്രമുള്ള ബുദ്ധിമതി. എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഈ സ്ത്രീയുടെ ഈ വർത്താനം എനിക്കിത് കേൾക്കുമ്പോണ്ടല്ലോ എന്നെ പറഞ്ഞാൽ കൂടിപ്പോവും. അല്ല ഇവരെന്താ ജനങ്ങളെ മണ്ടന്മാരാണെന്നോ ഈ സ്ത്രീ പറയുന്നത്? ഞങ്ങളെല്ലാവരും മണ്ടന്മാരാണോ സ്ത്രീയെ? നിങ്ങളതാണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ മാത്രം ഭയങ്കര ബുദ്ധിമതി, നിങ്ങൾക്ക് മാത്രം എല്ലാ കാര്യങ്ങളും അറിയാം. ബിഗ് ബോസിനകത്ത് 8 മണിക്കൂർ എനിക്ക് ഇവരുടെ വർത്താനം കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ചൊറിച്ചിൽ വരും. ആ ചൊറിച്ച് അങ്ങോട്ട് തീർക്കണം. അല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ സ്ത്രീ എന്താ പറയുന്നത്? 8 മണിക്കൂറത്തെ മാത്രമേ നമ്മളെ കാണിക്കുന്നുള്ളൂ. കുത്തിയിരുന്ന് കണ്ട ഞങ്ങളൊക്കെ മണ്ടന്മാര് അല്ലേ? അല്ലെങ്കിൽ എന്താണ് ഈ 8 മണിക്കൂറത്തെ കഥ? അതെന്താന്ന് വൃത്തിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിത്താ. ഞങ്ങൾക്ക് ഇനി അറിയാത്ത എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അത് പറഞ്ഞതാ. നമ്മൾ 24 ഹോട്ട്സ്റ്റാറിൽ 24/7 എന്നും പറഞ്ഞാണ് നമ്മൾ കുത്തിയിരുന്ന് കാണുന്നത്. രാത്രി അവർ ഉറങ്ങുന്നിടം വരെ നമ്മളെ കാണിക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് എല്ലാം കാണിക്കുന്നുണ്ടെന്ന് ഞാൻ പറയത്തില്ല. ചിലതൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് തലേദിവസം അല്ലേ, ഇപ്പം ഇന്നലെ നടന്നതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. പക്ഷെ ഇന്നലെ നടന്ന മൊത്തം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മളെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് ആവശ്യമില്ല അല്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമാകുമെന്ന് തോന്നുന്ന സാധനങ്ങൾ അവർ ഇങ്ങനെ കട്ട് ചെയ്ത് കളയുമായിരിക്കും. പക്ഷെ എന്നാലും അത്യാവശ്യം സാധനങ്ങൾ കാണിക്കുന്നുണ്ടേ. അതിനകത്തു നിന്നൊക്കെ ഈ ശൈത്യയുടെ കേസ് നമുക്ക് മനസ്സിലായതാ. ശൈത്യ അവിടെ എവിടെയും പോയിരുന്നു ഉണ്ടാക്കിയതൊക്കെ അല്ലേ? നിങ്ങൾ പറ. നല്ല രീതിയിൽ അപ്പാനി അടുക്കലൊക്കെ പോയിരുന്നു. ഞാനൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ല കേട്ടോ. അവൾ എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല. ഇങ്ങനെ ഇരുന്ന് പറയുന്നൊരു കുട്ടിയായിരുന്നു ശൈത്യ. നമ്മൾ കണ്ടതാ അത്. ചാരികമോൾ അതുകൊണ്ട് ഒരുപാട് വെളുപ്പിക്കാൻ ഇറങ്ങല്ലേ. താരകമോക്ക് അനുമോള് കപ്പടിച്ച് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഓക്കെ, ഇഷ്ടപ്പെടണ്ട, വീട്ടിൽ പോയി ഇരി. അത്ര നമുക്ക് പറയാനുള്ളൂ. പിന്നെ ലേഡി ബിഗ് ബോസ് ആണല്ലോ, ദ ഗ്രേറ്റ് പ്ലെയർ ആണല്ലോ. പ്ലെയർ
ചേച്ചിയാണ് ചേച്ചി തൂപ്പർ അല്ലേ? ഈ ചേച്ചിയല്ലേ തൂപ്പർ? ഈ ചേച്ചി തൂപ്പർ എന്നങ്ങ് പറഞ്ഞു. ആ ഡാർക്ക് റൂമിൽ കിടന്നങ്ങോട്ട് ഭ്രാന്ത് പിടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇടുമ്പോഴത്തേക്ക് മിക്കവാറും അനുമോള് തിരുവനന്തപുരത്ത് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. ആ വീഡിയോകളൊക്കെ ഒന്ന് കാണട്ടെ. എന്തൊക്കെയാണ് ഇനി അനുമോൾക്ക് പറയാനുള്ളത്? കട്ടപ്പ ശൈത്യയെ പറ്റിയൊന്നും പറയാൻ ചാൻസ് ഇല്ലടേ. അനുമോൾ അങ്ങനെ ആരെയും പറ്റി ഒരു കുറ്റവും പറയാനായിട്ട് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.